പ്രേക്ഷകരെ വരുമെന്ന് പറയുന്നതല്ലാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും വന്നില്ല. ഏറ്റവും ഒടുവിൽ ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം മുതിർന്ന നേതാക്കൾ പ്രതികരിക്കുമ്പോഴും അതിൽ വേഗത്തിൽ തന്നെ അത് വരുമെന്ന് പറയുന്നതല്ലാതെ എപ്പോൾ വരും, ആ പട്ടികയുടെ സ്വഭാവം എന്താണ്, ഇതൊന്നും വ്യക്തമാകുന്നില്ല. ഇനിയുള്ള മണിക്കൂറുകളിലെങ്കിലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തർക്കങ്ങൾ, പടലപ്പിണക്കങ്ങൾ ഇതൊക്കെ നിലനിൽക്കുന്നു. കണ്ണൂരിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. ന്യൂസ് ബസ്. കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കെ സുധാകരൻ ദില്ലിയിലെ ഫ്ളാറ്റിലെത്തി ചെന്നിത്തല അനുനയ ചർച്ച നടത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് സുധാകരനുള്ളത്. സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലെന്ന് സുധാകരനെ അറിയിച്ച് ചെന്നിത്തല. ആശങ്കകൾ ഹൈക്കമാൻഡിനോട് സംസാരിക്കാമെന്ന് ചെന്നിത്തല ഉറപ്പ് നൽകി. കേൾക്കാം. കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 9 വർഷം എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതേ ഇപ്പോൾ പാർലമെന്റ് അംഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്താണ് ശ്രീ സുധാകരൻ. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു. മറ്റുള്ള കാര്യങ്ങൾ ഇനി അത് തീരുമാനമെടുക്കുന്നത് ഞാനല്ലോ, പാർട്ടി ഹൈക്കമാൻഡാണ്. അദ്ദേഹത്തിന് നിർത്താനുള്ള പ്രപ്പോസൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കും. അദ്ദേഹത്തോട് ആരും പിണങ്ങിയിട്ടില്ല, അദ്ദേഹം ആരോടും പിണങ്ങിയിട്ടില്ല. ഞങ്ങളുടെ റിപ്പോർട്ടർ സംഘം തന്നെ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിവാലും YS അഭിനന്ദും നോബിൾ മാരിക്കാരനും ഒക്കെ ചേരുന്നു. ആദ്യം റോഷിവാലിലേക്കാണ്. റോഷിവാൽ, ഈ ഹൈക്കമാൻഡിന്റെ തീരുമാനം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രമേശ് ചെന്നിത്തലയും അത് പറയുന്നുണ്ട്. MP-മാർ വേണ്ടെന്നുള്ള ഒരു നിലപാടിൽ തന്നെയല്ലേ ഈ അവസാന നിമിഷവും ഹൈക്കമാൻഡ് ഉള്ളത്? ഒരു സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് മുന്നിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞ് ആ സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ണൂരിൽ കെ സുധാകരൻ എന്ന പേരുണ്ടാകുമോ? റോഷിവാൽ, ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണ്? റോഷി, നിലവിലെ സാഹചര്യത്തിൽ MP-മാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതിന് ഒട്ടേറെ കാരണങ്ങൾ കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. കാരണം നിലവിൽ നിയമസഭയിലേക്ക് സന്നദ്ധരായ MP-മാർ മത്സരിച്ചാൽ, അത് കെ സുധാകരൻ അടക്കം മത്സരിച്ചാൽ അവർ വിജയിക്കും. പക്ഷേ അവിടങ്ങളിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എത്രത്തോളം UDF-ന് അനുകൂലമാകുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ കഴിയില്ല. ഒരുപക്ഷെ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പെന്ന പ്രചാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ തിരിച്ചടിയാകും. ഒരുപക്ഷെ സീറ്റുകൾ കൈവിട്ടു പോകുമെന്ന ആശങ്കയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു MP-ക്ക് മാത്രം ഇളവ് നൽകേണ്ടതില്ല. കെ സുധാകരൻ ഇളവ് നൽകിയാൽ നിലവിൽ താല്പര്യം പ്രകടിപ്പിച്ച MK രാഘവൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷിന് അടക്കം സീറ്റ് നൽകേണ്ടി വരും. അങ്ങനെ സീറ്റ് നൽകിയാൽ കൂടുതൽ താല്പര്യമുള്ള ഒട്ടേറെ MP-മാരുണ്ട്, അവർക്കൊക്കെ പരിഗണന നൽകേണ്ടി വരും. അത് ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിടുന്ന രീതിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് ഒരാൾക്ക് മാത്രം ഇളവ് നൽകാത്തത്. ആ കാര്യത്തിൽ കടുത്ത തീരുമാനം തന്നെ കോൺഗ്രസ് നേതൃത്വം എടുത്തു കഴിഞ്ഞു.